കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് ചെടികൾ കഴിയുന്നതും നമ്മൾ മാറ്റി നടാതിരിക്കുക, അതേപോലെ പ്രൂൺ ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ഒരു സർജറി ചെയ്യുന്ന രൂപത്തിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചെടിൻ്റെ മേലെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയ്ക്കും ചൂടാണ് ഇപ്പോൾ ഉള്ളത്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ചൂടുകാലമാണല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെടികൾ വാങ്ങിയാൽ നമ്മൾ മാറ്റി നടാൻ വേണ്ടി പറ്റുമോ, അങ്ങനെ മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു ചെടി ഈ ചൂട് കാലത്ത് അയച്ചാൽ മാർച്ച് മാസം ഏപ്രിൽ മാസങ്ങളിലൊക്കെ നമ്മൾ ചെടി മാറ്റി നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം പ്രത്യേകിച്ച് മണ്ണിലൊക്കെ നമ്മൾ അത്രക്കും അതിനെ പരിചരിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചെടി ഉണങ്ങി പോവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പോട്ടിലേക്കൊക്കെ ആണ് നമ്മൾ മാറ്റി നടുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി നടാം, പക്ഷെ നല്ല രീതിയിൽ ഒരു പരിചരണം കൊടുത്താൽ മതി. അപ്പോൾ പോട്ടിൽ നമ്മൾ മാറ്റി നടുന്നതിന് മുന്നേ നമ്മൾ ആ ചെടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളൊരു ചെടി നമ്മൾ കൊറിയർ വഴിയാണ് കിട്ടുന്നത്, ചില 2-3 ദിവസം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ആ ചെടി കിട്ടുന്നതെന്ന് വിചാരിച്ചാൽ ആ ചെടി വരുമ്പോൾ തന്നെ ആ ചെടിക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടാവും, ചെറിയൊരു വാട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ചെറിയ ഷെയ്ഡിൽ അയച്ച് തണലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക, നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക. അതിനുശേഷം നമ്മൾ മണ്ണിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ സൂഡോമോണസ് ഉണ്ടല്ലോ, സൂഡോമോണസ് കലക്കിയിട്ട് ഒരു 5 ദിവസം കൂടുമ്പോൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഇലകളിൽ നമ്മൾ NPK 19 ഒരു 2 ഗ്രാം എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് രാവിലെ അയച്ച് 7 മണിക്കോ 7 മണിൻ്റെ മുന്നായിട്ട് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 2 ആഴ്ച നമ്മൾ കെയറിങ്ങിന് വെക്കാം. ആ കെയറിങ് വെച്ച് ചെടി ഒന്ന് ഉഷാറായതിനു ശേഷം മാത്രമാണ് നമ്മൾ പോട്ടിലേക്ക് നമ്മൾ മാറ്റി നടേണ്ടത്. മണ്ണിലാണെന്നുണ്ടെങ്കിൽ ഈ ചൂട് കാലത്ത് ചെടി മാറ്റി നടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ്, ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ മണ്ണ്. അപ്പോൾ പോട്ടിലേക്ക് മാറ്റി നടുമ്പോൾ ഈ ഒരു രീതി നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞത് അത് ഇപ്പോഴേ നല്ല കേട്ടോ, അതിനിപ്പോൾ ഈ ചൂടുകാലം അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയറായിട്ടൊക്കെ ആണ് നമ്മൾ ചെടി വരുന്നതെന്നുണ്ടെങ്കിൽ ചെടി ഓൾറെഡി ചെറിയൊരു വാട്ടത്തിലായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മളൊരു 2-3 ആഴ്ച നമ്മൾ നല്ലൊന്ന് കെയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മാറ്റി നടാൻ വേണ്ടി പാടുള്ളൂ. ഇനിയിപ്പോൾ മാറ്റി നട്ട് കഴിഞ്ഞാലും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. കാരണം മാറ്റി നട്ടാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഈ പോട്ട് കൊണ്ടുപോയി വെക്കരുത്. ആ ഷെയ്ഡിൽ തന്നെ നമ്മൾ മാറ്റി നട്ടതിന് ശേഷം ആ ഷെയ്ഡിൽ തന്നെ നമ്മൾ വെക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ വളങ്ങളും അതേപോലെ തന്നെ സൂഡോമോണസ് ഒക്കെ കറക്റ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ മണ്ണിൽ സൂഡോമോണസ് ആ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ജൈവ സ്ലറികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങുന്നത് ഒരു അത്യാവശ്യം വലിയ ഗ്രോ ബാഗാണ്, വലിയ സ്ട്രെസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ മാറ്റി നടാതിരിക്കുന്നതാണ് നല്ലത്. ആക്ച്വലി മണ്ണിലും നടണ്ട, ഗ്രോ ബാഗിലും നടണ്ട. നമ്മളൊരു മെയ് മാസം ലാസ്റ്റ് വരെ കാത്തുക്കുക. എന്നിട്ട് മെയ് മാസം ലാസ്റ്റായിട്ട് ആ പുതുമഴ തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ ഒന്നെങ്കിൽ മണ്ണിലേക്കോ അല്ലെങ്കിൽ പോട്ടിലേക്കോ നമുക്ക് മാറ്റി നട്ടാൽ മതി. ഈ ചെറിയ ഗ്രോ ബാഗിൽ അതിന് വേരുകൾ തിങ്ങിക്കെടുക്കുന്നത് കണ്ടാൽ മാത്രമേ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ പോട്ടിലേക്കൊക്കെ നമ്മൾ മാറ്റി നട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ പറയുക, പലരും ചെടി വാങ്ങിക്കൊടുന്ന ഉടനെ തന്നെ അത് ഡയറക്റ്റായിട്ട് മാറ്റി നട്ടിട്ട് ചെടി ഉണങ്ങി പോകും. അപ്പോൾ ഉണങ്ങി പോകുന്നത് പറയും, കാരണം നമുക്ക് അത്രയ്ക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇനിയിപ്പോൾ പോട്ട് മിക്സ് റെഡിയാക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ള പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ പോട്ട് മിക്സ് റെഡിയാക്കി നമ്മൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മണ്ണിലാണ് മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഏത് കാലത്താണെങ്കിലും നമ്മളിപ്പോൾ ഒരു 2 ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-2 ഒരു കുഴി എടുക്കുക. എന്നിട്ട് ആ കുഴിയിലെ മണ്ണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ആ മണ്ണ് പുറത്തേക്ക് എടുത്തതിന് ശേഷം ആ മണ്ണിൽ നമ്മൾ കുമ്മായ മിക്സ് ചെയ്യാം. അപ്പോൾ കുമ്മായ എത്ര അളവിലാന്ന് ചോദിക്കുക. അപ്പോൾ ഒരു 150-200 ഗ്രാം കുമ്മായ അതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളെ കരിയില വച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് നേരെ ആ മണ്ണിലേക്ക് തന്നെ ആ കുയിലേക്ക് തന്നെ മണ്ണിടുക. എന്നിട്ട് നല്ല നനച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു 10-15 ദിവസം നല്ല നനവ് കൊടുത്തിട്ട് കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് ആ മണ്ണ് വീണ്ടും കോരിയെടുത്തിട്ട് അതിലേക്ക് ചെടി നട്ട് ഈ മണ്ണിലേക്ക് നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. വളങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ 2-2 കുയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 കിലോന് ചാണകപ്പൊടി എടുത്താൽ മതി. അതേപോലെ 1 കിലോൻ്റെ അടുത്ത് നമ്മൾ മീലെടുത്താൽ മതി. പിന്നെ നമ്മളെടുത്ത് എന്തെങ്കിലും കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ചെടി നട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഈ വളം മിക്സ് ചെയ്ത പൊട്ടി മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പൊതട്ട് കൊടുത്തിട്ട് നല്ല നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇലകളിലൊക്കെ നമ്മൾ ഈ NPK 19 2 ഗ്രാം വെച്ചിട്ട് ഒരു 5 ദിവസം നമ്മൾ മാറ്റി നട്ട്, ഞാൻ അടുത്ത് പറഞ്ഞല്ലോ, ഒരു 5 ദിവസത്തെ ഗ്യാപ്പിലായിട്ട് രാവിലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ സൂഡോമോണസും നമുക്കൊരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ മണ്ണിൽ കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി പോട്ടിൽ ഗ്രോ ബാഗിലോ നടാൻ വേണ്ടിയിട്ട് നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മണ്ണെടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം. ഒരു 3 ചട്ടി മണ്ണെടുത്തിട്ട് ആ 3 ചട്ടി മണ്ണ് ആദ്യം ഒന്ന് കുമ്മായിട്ട് നമ്മളൊന്ന് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഒരു തണലുള്ള സ്ഥലത്ത് ഒന്നെങ്കിൽ ഒരു നനഞ്ഞ ചാക്കോ നനഞ്ഞ തുണിയോ വിരിച്ചിടുക. എന്നിട്ട് മണ്ണ് അതിൽ നിരത്തിയിട്ട് അതിലേക്ക് ഇപ്പോൾ 3 ചട്ടിയിലേക്കാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാമിൻ്റെ അടുത്ത് കുമ്മായിട്ടാൽ മതി. കുമ്മായിട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് ഒരു പുട്ടുപൊടിൻ്റെ പാകത്തിൽ നല്ല ഈർപ്പത്തിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നനഞ്ഞ ചണഞ്ചാക്കോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ ഡെയിലി നമ്മളൊന്ന് ചെക്ക്
ചെക്ക് ചെയ്യുക, കാരണം മണ്ണിന് ഈർപ്പുണ്ടെന്നോ. അങ്ങനെ ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇപ്പോൾ 3 ചട്ടി മണ്ണാണല്ലോ നമ്മളെടുത്ത്, ആ 3 ചട്ടി മണ്ണിലേക്ക് നമ്മൾ ഒരു ചട്ടീൻ്റെ അടുത്ത് നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഓമിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചട്ടിൻ്റെ അടുത്ത് നമ്മൾ 3 ചട്ടി മണ്ണെടുത്താൽ ഒരു ചട്ടിൻ്റെ അടുത്ത് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഒരു 3/4 ചട്ടിൻ്റെ അടുത്ത് നമ്മൾ ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മീലെടുക്കുക എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അത് 1 കിലോൻ്റെ അടുത്ത് എടുത്താൽ മതി. ഇപ്പം മീലല്ലാതെ നമ്മളെ കടലപ്പിണ്ണാക്ക് പൊടിച്ചത്, എല്ലുപൊടി, അതേപോലെ വേപ്പ് പിണ്ണാക്ക് പൊടിച്ചത് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് 3 കൂടി 1 കിലോൻ്റെ അടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റ് കരിയില കമ്പോസ്റ്റ് അങ്ങനെ കമ്പോസ്റ്റുകളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമല്ലോ, അങ്ങനത്തെ കമ്പോസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ പോട്ടി മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പോട്ടി മിക്സ് റെഡി ആക്കിയിട്ട് നമ്മൾ വീണ്ടും നനച്ച് ഒരു 2-3 ആഴ്ച വെച്ചിട്ട് അതിൽ ചെടി നടാന്നുണ്ടെങ്കിൽ ചെടിക്ക് പെട്ടെന്ന് തന്നെ വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആ പോട്ടി മിക്സ് റെഡിയാക്കി അപ്പം തന്നെ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാലും നല്ല നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു 2-3 ആഴ്ച കഴിഞ്ഞാലേ ചെടിക്ക് ആ വളം കിട്ടുള്ളൂ. അതുവരെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 5 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ NPK 19 നമ്മൾ ഇലകളിൽ അതിരാവിലെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ചെടിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ കൊണ്ടുപോകേണ്ടത്. സൂഡോമോണസ് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മണ്ണിൽ. കാരണം എന്താ പറയുക, നമ്മളെ വാട്ടർ രോഗമൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ആ സൂഡോമോണസ് കൊടുക്കുന്നത്. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കൊടുത്താലൊക്കെ ഈ രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് പോകുകയെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെടി കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ വളർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താ, എല്ലാവരും നേടുന്നതാണ് വലിയ പൈസ കൊടുത്തിട്ട് ചെടികൾ വാങ്ങും, എന്നിട്ട് നേരിട്ട് കൊണ്ടുപോയി നട്ടിട്ട് അത് പെട്ടെന്ന് ഉണങ്ങി പോകുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ചൂടുകാലത്താണ് നമ്മൾ ചെടി നടുന്നതെന്നുണ്ടെങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ചെടികൾ കഴിയുന്നതും നമ്മൾ മാറ്റി നടാതിരിക്കുക, അതേപോലെ പ്രൂൺ ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ഒരു സർജറി ചെയ്യുന്ന രൂപത്തിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചെടിൻ്റെ മേലെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയ്ക്കും ചൂടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി കേട്ടോ, ഈ ബഡ് ഗ്രാഫ്റ്റ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് നമ്മൾ എപ്പോഴും നടുന്ന ടൈമിൽ നമ്മളെ മണ്ണിൻ്റെ നിരപ്പിൽ നിന്ന് ഒരു 4 ഇഞ്ച് ഹൈറ്റിലെങ്കിലും വരുന്ന രൂപത്തിൽ വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട്. മറ്റെന്താ വെച്ചാൽ അതിൻ്റെ മേലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ റൂട്ട് സ്റ്റോക്കിൽ തന്നെ പുതിയ ശിഖരം മുളച്ചു വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ചെടി നല്ല വളരുന്നുണ്ട്, പക്ഷേ ചെടി പൂക്കുന്നല്ല കായ്ക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ സയോൺ എപ്പോഴും ഉണങ്ങി പോയിട്ടുണ്ട്. ഈ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വന്ന കമ്പായിരിക്കും നല്ല രീതിയിൽ വലുതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ചെടി നട്ട് കഴിഞ്ഞാലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ശിഖരം മുളച്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്